കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കോളേജിൽ ഗസ്റ്റായി പോവുകയുണ്ടായി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുട്ടികളുമായിട്ട് ഓഡിയൻസുമായിട്ട് ഒരു ഇൻറ്ററാക്ഷൻ അവർ അറേഞ്ച് ചെയ്തിരുന്നു. ആ ഇൻറ്ററാക്ഷനിൽ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ വിഷയം. ചോദ്യം ഇതായിരുന്നു. ഇതൊരു ഒബ്വിയസ്ലി ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ജെൻസി തലമുറയാണല്ലോ. അപ്പം ഒരു ജെൻസി പെൺകുട്ടി ചോദിച്ച ചോദ്യമാണിത്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് എന്താ പറയുക, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ മാനേജ് ചെയ്യാൻ ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനോടൊന്നും വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ നമ്മുടെ ജീവിതത്തിൽ എന്നതായിരുന്നു ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ. അതിന് ആ ഒരു കോണ്ടെക്സ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറേ സംസാരങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കുട്ടി അത് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ ഒരു മറുപടി തന്നെയാണ് ഇന്ന് നിങ്ങളുമായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ജെൻസി തലമുറയ്ക്ക്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനോടൊന്നും യാതൊരു താല്പര്യമില്ല എന്നവർ തുറന്ന് സമ്മതിക്കുന്നു. അവർക്കതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഫീൽ ചെയ്യുന്ന ഓരോരുത്തരോടും ഉള്ളതാണ് ഈ മറുപടി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാരേജിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലെ ആട്ടവും പാട്ടും കൂത്തും ഡാൻസും മാത്രമൊന്നുമല്ല. അതൊരു എന്താ പറയുക, ക്ലോസ്ഡ് ക്വാർട്ടർ ബാറ്റിൽ തന്നെയാണ്. എവറി ഡേ ഈസ് എ ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ്, മറ്റൊരാളുടെ ഇമോഷണൽ, നമ്മുടെ പാർട്ട്ണറിൻ്റെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം, ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അവർക്ക് പല രീതിയിലും അവർക്ക് അവൈലബിൾ ആകേണ്ടതായിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഇഷ്ടം മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു മാരിഡ് ലൈഫിൽ പോകാൻ പറ്റില്ല. അത് ആണിനായാലും പെണ്ണിനായാലും പറ്റില്ല. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ രണ്ട് വ്യക്തികളും, ഹസ്ബൻഡും വൈഫും, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുകയും അക്കോമഡേറ്റ് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്താൽ മാത്രം ഒരു ലോങ് ടേമിലേക്ക് പോകുന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരാണ് മാരേജ് എന്ന് പറയുന്നത്. ഇതാണ് ദിസ് ഇസ് മൈ അണ്ടർസ്റ്റാൻഡിങ്, ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടോൾഡ് ദറ്റ് ഗേൾ ഓൾസോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാനേ പറ്റുള്ളൂ, ഞാൻ എൻ്റെ കാര്യത്തിൽ മാത്രമേ ഫോക്കസ്ഡ് ആവുള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളുകൾ ഒരിക്കലും മാരിഡ് ആകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വൈ ഡു യു വാണ്ട് ടു മെസ് അപ്പ് സംബഡി എൽസസ് ലൈഫ്? എന്ത് കാര്യമുണ്ട്? നമുക്ക് അങ്ങനെ മെസ്ഡപ്പ് ആവണമെങ്കിൽ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു മെസ് അപ്പ് യുവർ ലൈഫ്, നോ പ്രോബ്ലം. പക്ഷേ മാരേജ് ഇസ് നോട്ട് മാൻഡറ്ററി, ഇറ്റ് ഇസ് എ ചോയ്സ്. ഇറ്റ് ഇസ് എ ചോയ്സ് ദാറ്റ് യു മേക്ക്. സോ വെൻ യു മേക്ക് എ ചോയ്സ്, പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട്. അപ്പോൾ നമുക്ക് അതൊന്നും പറ്റില്ലാത്ത ആളുകൾ മാരിഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ഒരു 100% ഇല്ലെങ്കിൽ പോലും ഒരു 50% നീതി പുലർത്തുക എന്നുള്ളതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് വളരെ പ്രതീക്ഷകളോട് കൂടി നിൽക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തൊരു അവസ്ഥയായിരിക്കും അതൊന്നൊന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ലൈഫിൽ ആ ഒരു കംപ്ലീറ്റ് ഹോപ്പ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് മൊത്തത്തിൽ ഒരു ഇരുട്ടിലാക്കിയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. സോ മാരേജ് കഴിഞ്ഞ് അടിച്ച് പിരിഞ്ഞ് ഡിവോഴ്സ് ആവുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ആലോചിച്ച് കണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാരിഡ് ആകുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, ഇഫ് യു ഹാവ് മെയ്ഡ് ദ ചോയ്സ് ഓഫ് ഗെറ്റിംഗ് മാരിഡ്, അതിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.